പക്ഷെ ഇതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. ഒരാളെ കൊന്ന കിട്ടാവുന്ന മിനിമം ശിക്ഷ അതെനിക്കും കിട്ടും. ദേവിക എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ഒരുപാട് ആലോചിച്ചു, എന്നിട്ട് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. ശരത്ത്, അവനെ ഞാൻ കൊല്ലാൻ പോവാ. ഇനി അവൻ വേണ്ട. അവനെ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു കോടതിയും അവനെ വിചാരണ ചെയ്യണ്ട. ഒരു ജയിലിലും കിടക്കണ്ട. എന്താണോ അവൻ എന്റെ നിത്യമോളോട് ചെയ്തത്, അതോടെ അവൻ അവന്റെ വിധി എഴുതി കഴിഞ്ഞു. ഇനി വൈകിക്കുന്നത് ശരിയല്ല. എത്രയും വേഗം അവനെ അവന്റെ പരമാവധി ശിക്ഷയ്ക്ക് വിധേയനാക്കണം. ക്യാപിറ്റൽ പണിഷ്മെന്റ്. കൊന്നുകളയണം. അത് വേണോ ദേവികെ? നിയമം കയ്യിലെടുക്കുന്നത് ശരിയല്ല. അതൊരു നല്ല മാതൃകയല്ല. എനിക്കിപ്പോ നിയമത്തിൽ വിശ്വാസമില്ല. ഉണ്ടാവുമായിരുന്നു. റൂബി മരിച്ചപ്പോ അവനകത്തായിരുന്നെങ്കിൽ. ഉണ്ടാവുമായിരുന്നു. നടേശൻ സാറ് മരിച്ചപ്പോ അവനകത്തായിരുന്നുവെങ്കിൽ. എന്റെ അച്ഛനെ കൊല്ലാൻ നോക്കി, നിത്യ കൊന്നു. എന്നിട്ടും അവന് ഒരു കുഴപ്പവും ഇതുവരെ വന്നിട്ടില്ല. ഇനി വരില്ല. നിയമത്തിന്റെ നൂലാമാലകൾ, തെളിവുകളുടെ അഭാവം, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ വക്കീലിന്റെ സേവനം. അവൻ പുല്ലുപോലെ ഇറങ്ങിപ്പോവും കോടതി മുറിക്കുള്ളിന്ന്. അതിന് സാക്ഷി അവൻ എനിക്ക് വയ്യ സിദ്ധു. അതുകൊണ്ടാ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചത്. സിദ്ധുവിനോട് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. സിദ്ധുവിനെ മനസ്സിലാക്കണം. കൂടെ നിൽക്കണം. ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പോകുന്നത് ഞാൻ മാത്രോടാ ശരത്ത്. നീ നിന്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കോ? പുരുഷ ദൈവങ്ങൾ പോലും പതറിയ സന്ദർഭങ്ങളില് ക്രൂരന്മാരായ രാക്ഷസന്മാരെ കൊന്നത് സ്ത്രീ ദൈവങ്ങളാടാ. അതുപോലൊരു അവതാരം എടുത്താ ഞാൻ ഇവിടെ ഇപ്പൊ നിൽക്കുന്നത്. എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും നിരപരാധികളെ കാലപുരിക്ക് അയച്ച നിന്നെ ഈ ഭൂമിക്കിനി വേണ്ട. ആ വിധി നടപ്പാക്കാൻ പോവാ ഞാൻ. അപ്പൊ നീ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ ഞാൻ മനസ്സിലാക്കിയെന്ന്. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ സമയം അടുത്തു കഴിഞ്ഞു. എന്നാ വാടി. ശ്രാവൺ, നടേശൻ, റൂബി, എന്റെ സുധിയേട്ടൻ, നിത്യ, പിന്നെന്റെ അച്ഛൻ. ഞാൻ അറിയാവുന്ന ആളുകൾ, അറിയാത്ത എത്രയോ പേര് വേറുണ്ടാവും. അവർക്കൊക്കെ വേണ്ടി
അവരുടെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി